എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ മിനട്ടോ ആള് നറൂട്ടോയെ തന്നെ നോക്കി നിൽക്കുകയാണ്. നറൂട്ടോയുടെ പവറും വളർച്ചയൊക്കെ കണ്ട് മിനട്ടോയ്ക്ക് ഒരുപാട് അഭിമാനം തോന്നും. ഇവിടെ നറൂട്ടോ അവനാണെങ്കിൽ ഒബീട്ടോയെ ലക്ഷ്യമാക്കി അങ്ങനെ നിൽക്കുകയാണ്. അടുത്ത സെക്കൻഡില് അവൻ ഒബീട്ടോയെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഉഷാറായിട്ട് മുൻപോട്ട് ഓടും. അത് കണ്ട് ടോബുരാമ ആള് നിലവിളിച്ചു പറയും, ഞാൻ പറയുന്നത് നീ കേൾക്കുന്നില്ലേ? അവന്റെ ബോഡിയില് സേജ് ജിപ്സു അത് മാത്രല്ലേ വർക്ക് ചെയ്യൂ. പക്ഷെ നീ ഇപ്പോ ആ 9 പവറുമായിട്ടാണ് അവനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. ഉറപ്പായിട്ടും നിന്റെ അറ്റാക്ക് അത് അവന്റെ മുകളില് വീഴില്ല. അത് കേട്ട് നറൂട്ടോ അവൻ ഒരു സെക്കൻഡ് സ്റ്റെക്കാവും. അയ്യോ, അത് ശരിയാണല്ലോ, 9 പവർ ഉപയോഗിച്ച് അവനെ അറ്റാക്ക് ചെയ്യാൻ കഴിയില്ല. ടോബിരാമ ദേഷ്യപ്പെട്ടു പറയും, നീ എന്റെ അച്ഛൻ അമ്മനെ കഴിഞ്ഞ് മോശമാണല്ലോടാ, തിരിച്ചു വാ. അടുത്ത അറ്റാക്ക് അത് പ്ലാൻ ചെയ്ത് വേണം നമ്മൾ ചെയ്യാനായിട്ട്. 9 ആണെങ്കിൽ കുട്ടപ്പൻ ചമ്മി ഐസായി നിൽക്കുന്നത് കണ്ട് പൊട്ടിച്ചിരിക്കും. സാസുകയും കുട്ടപ്പനെ ഓർത്ത് മൂക്കത്ത് വിരൽ വെക്കും. ഇവിടെ 9 ആണെങ്കിൽ കുട്ടപ്പനെ കണ്ടിന്യൂസ് ആയിട്ട് കളിയാക്കും. കുട്ടപ്പൻ പറയും, ഏത് പോലീസിനും ഒരബദ്ധമൊക്കെ പറ്റും, അത് അത്ര വലിയ കാര്യമൊന്നും അല്ലാന്ന് പറഞ്ഞ് കുട്ടപ്പൻ അങ്ങനെ ഹായായിട്ട് നിൽക്കും. 9 പറയും, നീ എത്രയും പെട്ടെന്ന് സേജ് മോഡിലേക്ക് പോണം. നീ അവസാനമായി നാഗട്ടോയായിട്ട് ഫൈറ്റ് ചെയ്തത് അത് ഓർക്കുന്നുണ്ടോ? അന്ന് ഉപയോഗിച്ച ആ ഒരു ടെക്നിക്ക്, ആ സമയത്ത് നീ ഒരുപാട് ദേഷ്യപ്പെട്ടാണ് അവനോട് സംസാരിച്ചത്. എന്റെ ചക്ര പവർ അതേസമയം ലീക്ക് ആവുന്നുണ്ടായിരുന്നു. നിന്റെ സേജ് പവറും നിന്റെ 9 ചക്ര പവറും അത് രണ്ടും ഉപയോഗിച്ചാണ് നീ അവനെ അറ്റാക്ക് ചെയ്തത്. അത് കേട്ട് നറൂട്ടോ അവൻ പായായിട്ട് ആ 9 പവർ അത് സിങ്ക് ചെയ്യാൻ ശ്രമിച്ച കാര്യം അത് ആലോചിക്കും. നറൂട്ടോ ചോദിക്കും, അന്ന് ആ തവളയുമായിട്ട് ഞാൻ നിന്റെ പവർ കമ്പൈൻ ചെയ്യാൻ നോക്കിയപ്പോ നീയല്ലേ ആ തവളയെ എടുത്തെറിഞ്ഞത്? അതിനാണ് 9 പറയും, തവളയ്ക്കൊന്നും എന്റെ പവർ ഞാൻ കൊടുക്കില്ല. നിനക്ക് നിന്റെ സേജ് പവറിന് ഞാൻ എന്റെ പവർ തരാം. അത് രണ്ടും കമ്പൈൻ ചെയ്ത് നിനക്ക് അറ്റാക്ക് ചെയ്യാം. കുട്ടപ്പനാണെങ്കിൽ നീ ഒരു മണ്ടനാണെന്ന് പറഞ്ഞ് 9 വഴക്ക് പറയും. അങ്ങനെ രണ്ടുപേരും 1-50 പറഞ്ഞ് 100 പറഞ്ഞ് പൊരിഞ്ഞ അട്ടിയിട്ടി ബഹളം. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് അല്പസമയം കഴിയുമ്പോ നറൂട്ടോ പറയും, ബഹളം വെച്ചത് മതി, വെറുതെ ഫൈറ്റ് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് സേജ് പവറും നിന്റെ 9 പവറും അത് രണ്ടും കമ്പൈൻ ചെയ്ത് നമ്മുടെ അറ്റാക്ക് അത് ആരംഭിക്കാം. കട്ട് ചെയ്താ ഇപ്പൊ മിനട്ടോട് 9 അത് മിനട്ടോട് പറയും, നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് നറൂട്ടോയെ ഹെൽപ്പ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ സഹായം അവൻ അത്യാവശ്യമാണ്. അത് കേൾക്കേണ്ട താമസം മിനട്ടോ അവനിപ്പോ നറൂട്ടോയുടെ അടുത്തേക്ക് വരും. മിനട്ടോ വീണ്ടും ഫീസ്റ്റ് ബോംബ് അടിച്ച് അവന്റെ പവറും ഇപ്പൊ നറൂട്ടോയ്ക്ക് കൊടുക്കും. നേച്ചർ എനർജി അത് അബ്സോർബ് ചെയ്ത് അവൻ സേജ് പവറിലേക്ക് പോവും. അതിന്റെ കൂടെ 9 ഡബിൾ പവർ കൂടെ ആവുമ്പോ കുട്ടപ്പന്റെ കണ്ണ് അതിപ്പോ പ്ലസ് ആയിട്ട് മാറും. മിനട്ടോയും നറൂട്ടോയും അവർ രണ്ടുപേരും 9 ഫുൾ പവർ മോഡിലേക്ക് പോവും. മിനട്ടോ വിളിച്ചു പറയും, നറൂട്ടോ നിന്റെ സേജ് പവർ അതിന്റെ റെസനഗൺ പവറിലേക്ക് ആഡ് ചെയ്യാൻ പറയും. കുട്ടപ്പൻ ഉടനെ അവന്റെ സേജ് പവർ അതങ്ങനെ ആഡ് ചെയ്യും. അപ്പോഴായിരിക്കും ടോബുരാമ ആളും ഇപ്പൊ ആളുടെ പവറൊക്കെ ക്രിയേറ്റ് ചെയ്ത് ടെലപ്പോർട്ടേഷൻ ജിപ്സു അത് ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം കുട്ടപ്പനെയും മിനട്ടോയെയും അവരങ്ങനെ ടെലപ്പോർട്ട് ചെയ്ത് ഒബീട്ടോയുടെ തൊട്ടടുത്തെത്തിക്കും. ഒബീട്ടോ ആണെങ്കിൽ അവന്റെ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ അപ്പോഴേക്കും നറൂട്ടോയും മിനട്ടോയും അവർ രണ്ടുപേരും ചേർന്ന് റെസനഗൺ പവർ എടുത്ത് ആഞ്ഞു വീശി ഒരൊറ്റ അടി. ആ ഒരു അടിയില് ഒബീട്ടോ ആടിയോലയും. പക്ഷെ അവന്റെ ബ്ലാക്ക് സ്പിയർ അത് വെച്ച് അവൻ മാക്സിമം റെസിസ്റ്റ് ചെയ്യും. അവന്റെ ബ്ലാക്ക് സ്പിയർ അതിപ്പോ ഒരു കരിങ്കല്ല് പോലെ ആക്കി നമ്മുടെ ആൾക്കാരുടെ റെസനഗണ്ണിനെ അവൻ അങ്ങനെ തന്നെ മുഴുവനായിട്ടും ഇല്ലാതാക്കും. മിനട്ടോ പറയും, നമുക്കിനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആദ്യം അവന്റെ ബ്ലാക്ക് സ്പിയർ അത് ഇല്ലാതാക്കണം. നറൂട്ടോ പറയും, ഇനി ഒന്നും ചെയ്യാനില്ല, ആ ടെയിൽഡ് ബീസ്റ്റ് ബോംബ് അത് ക്രിയേറ്റ് ചെയ്ത് അതിൽ ഞാൻ എന്റെ സേജ് പവർ അത് ആഡ് ചെയ്യും. ഉറപ്പായിട്ടും അത് വർക്കൗട്ട് ആവും. ടോബുരാമയ്ക്കും കുട്ടപ്പന്റെ ആ ഒരു ഐഡിയ അത് ഒരുപാട് ഇഷ്ടപ്പെടും. കുട്ടപ്പനാണെങ്കിൽ എത്രയും പെട്ടെന്ന് ടെയിൽഡ് ബീസ്റ്റ് ബോംബ് അത് ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം മിനട്ടോയുടെ ബോഡിയിലെ ആ ഒരു 9 അതിനോടും അവനെ സപ്പോർട്ട് ചെയ്യാൻ പറയും. ഇവിടെ സാസുവയ്ക്കാണെങ്കിൽ കുട്ടപ്പന്റെ പവറും എനർജിയും ഒക്കെ കണ്ട് കുറച്ച് അസൂയയാവും. നീ ശരിക്കും എന്നെ തോൽപ്പിച്ച് ഒരുപാട് മുൻപിൽ എത്തിക്കഴിഞ്ഞു. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഒബീട്ടോ അവൻ വീണ്ടും ഇപ്പൊ അവന്റെ 10 പുറത്തേക്ക് റിലീസ് ചെയ്യും. 10 ആണെങ്കിൽ അതിന്റെ കണ്ണുകൾ അടയ്ക്കും. അപ്പൊ എന്തൊക്കെയോ വലിയൊരു ശബ്ദത്തില് ഭൂമി പിളർന്ന് ഒരു മരം പോലെ എന്തോ ഒരു സാധനം മുകളിലേക്ക് ഉയർന്നു വരും. അതിന്റെ ഏറ്റവും മുകളിലായിട്ട് ഒരു വലിയ ഫ്ലവർ. ഇവിടെ ഒബീട്ടോ ആണെങ്കിൽ ആ ബാരിയർ അത് ബ്രേക്ക് ചെയ്യും. അത് കണ്ട് ഈനോ പറയും, ആ ഒരു ബാരിയർ അത് ബ്രേക്കായി, നമുക്കിനി നമ്മുടെ പവറുകളെല്ലാം കമ്പൈൻ ചെയ്ത് നറൂട്ടോയെ ഹെൽപ്പ് ചെയ്തൂടെ? ചോദിച്ചു പറയും, ഇനി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, എത്രയും പെട്ടെന്ന് നമുക്ക് അവിടേക്ക് പോവാം.
ഇതാണ് നമ്മുടെ സമയം. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ആ ടെൻറ്റയില് അതിപ്പോ അതിന്റെ ഫുൾ സ്ട്രെങ്തില് വലിയൊരു മരമായിട്ട് അങ്ങനെ വളരും. അതിന്റെ വേരുകള് അത് ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങി രണ്ട് നയൻ ടൈൽസിനെയും അത് ഇട്ടിച്ച് തെറിപ്പിക്കും. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ഷിനോബികളുടെ നയൻ ടൈൽ പവർ അത് പെട്ടെന്ന് അബ്സോർബ് ചെയ്തെടുത്ത് അത് വീണ്ടും വീണ്ടും പവർഫുള്ളായി ഓരോരോ ഷിനോബികളെ ആയിട്ട് അങ്ങനെ കൊന്നു തള്ളും. ചോച്ചി നിലവിളിച്ച് പറയും, എല്ലാവരും ഓടിക്കോ, അതിന്റെ അടുത്ത് പെട്ടുപോയാ ഉറപ്പായിട്ടും നമ്മൾ മരിക്കും. മറ്റൊരു ഭാഗത്ത് കില്ലർ ബി അവൻ ഉഷാറായിട്ട് ചാടി ഓടുകയാണ്. ആ മരത്തിന്റെ വേര് അതവന്റെ പിന്നാലെ തന്നെ ഉണ്ട്. എയ്ത്ത് ടൈൽ പറയും, ഇതാണ് ഡിവൈൻ 3 10 ടൈലിന്റെ ഏറ്റവും അവസാനത്തെ നമ്പർ 1 പവർ. സോ അതിൽ പെട്ടുപോയ നമ്മളെ കൊണ്ട് പിന്നീട് ഒരിക്കലും അതിജീവിക്കാനാവില്ല. സോ എത്രയും പെട്ടെന്ന് ഓടി രക്ഷപ്പെട്. മറ്റൊരു ഭാഗത്ത് ആ മരത്തിന്റെ വേരുകള് അത് ഹാസറാമയും മാധുരയെയും അവരെ രണ്ടുപേരെ അറ്റാക്ക് ചെയ്യാൻ പാഞ്ഞടുക്കും. അവർ ഓരോ അറ്റാക്കിലും അതിവിദഗ്ധമായിട്ട് രക്ഷപ്പെട്ട് മുൻപോട്ട് പോകും. മാധുര പറയും, ഇതൊരു ഡേഞ്ചർ ട്രീ ആണ്. ഇതിന്റെ ഇടയിൽ നമ്മൾ പെട്ടുപോവാണെങ്കിൽ നമ്മുടെ പവർ മുഴുവൻ അത് അബ്സോർബ് ചെയ്തെടുക്കും. ഷിനോബികളുടെ പവർ മുഴുവനായിട്ട് എടുത്ത് അത് നമ്മളെ സാധാരണ ഒരു മനുഷ്യനാക്കി മാറ്റി അവസാനം കൊല്ലും. നിനക്ക് ആക്ച്വലി നമ്മൾ എങ്ങനെയാണ് ഷിനോബികളായി തീർന്നത് എന്ന് നിനക്കറിയോ? പണ്ട് നമുക്ക് ചക്ര പവറുകളോ ഇങ്ങനത്തെയുള്ള സ്പെഷ്യൽ കഴിവുകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഒരു വലിയ ഡിവൈൻ ട്രീ. ഒരുപാട് പേര് ആ ഡിവൈൻ ട്രീക്ക് ചുറ്റും നിന്ന് പരസ്പരം അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ ആർക്കും ആ ഡിവൈൻ ട്രീയെ കുറിച്ച് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അതൊന്നും തന്നെ ഇല്ലായിരുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ആ മരത്തില് വലിയൊരു പഴം ഉണ്ടായി. അതൊരു ലെജൻഡ് പഴമാണെന്ന് പറഞ്ഞ് അവിടെയുള്ള ആരെയും തന്നെ അതിൽ തൊടാൻ പോലും അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്താണ് ഒരു പെൺകുട്ടി അവൾ ആ ഫ്രൂട്ട് കഴിച്ചത്. ഫ്രൂട്ട് കഴിച്ചുടൻ എല്ലാ പവറും അവൾക്ക് കിട്ടി. അതിനുശേഷം വലിയൊരു യുദ്ധം പോലും അവൾ ജയിച്ചു. അങ്ങനെ അവൾക്കാണ് ആദ്യമായിട്ട് ചക്ര പവർ കിട്ടിയത്. അവൾക്ക് ജനിച്ച കുഞ്ഞിനും അതേ പവർ ഉണ്ടായിരുന്നു. പിന്നീട് ആ ഒരു 10 ടൈല് അത് ക്രിയേറ്റ് ആയി. ലോകം മുഴുവൻ അതതിന്റെ റാംപേജ് ഒക്കെ അടിച്ച് അങ്ങനെ ഹായ് ആയിട്ട് നടക്കുമായിരുന്നു. അതിനുശേഷം ആ 10 ടൈലിനെ കൺട്രോൾ ചെയ്തത് ഒഗറാമിയാണ്. അദ്ദേഹമാണ് ചക്ര പവർ പോലും പിന്നീട് കണ്ടുപിടിച്ചത്. അവരാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു പേരാണ് സേജ് ഓഫ് 6 പാത്ത്. അത് കേട്ട് ഇപ്പൊ ഹാസറാമ ഷോക്കാവും. ആ ഉച്ചിക സ്റ്റോൺ ടാബ്ലറ്റ് അതിൽ ഈ കാര്യങ്ങളൊക്കെയാണ് വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. ആ ഒരു പഴം കഴിച്ച് എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കാനാണ് അന്ന് അവർ ശ്രമിച്ചത്. പക്ഷെ ഇപ്പൊ എല്ലാ പ്രശ്നങ്ങളുടെയും മൂല കാരണമായി മാറിയത് അതേ പഴം തന്നെയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഹാസറാമ ആളിപ്പോ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. മാധുര പറയും, ഹാസറാമ, എന്റെ ഡ്രീമിനെ കുറിച്ച് നിനക്കൊന്നും അറിയില്ല. നീ ഒരിക്കലും അത് മനസ്സിലാക്കിയിട്ടുമില്ല. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ നറൂട്ടോയെ കാണിക്കും. നറൂട്ടോ ആണെങ്കിൽ അവന്റെ പവർ ഉപയോഗിച്ച് ആ ജയന്റ് ട്രീ അത് അബ്സോർബ് ചെയ്യാൻ ശ്രമിക്കും. മറ്റൊരു ഭാഗത്ത് ടോബുറാമ ആളുടെ വാട്ടർ സ്റ്റൈൽ ജിപ്സു അതുപയോഗിച്ച് ആ മരത്തിന്റെ ഓരോ പാർട്സ് ആയിട്ട് കട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. അടുത്ത സെക്കൻഡ് ഇപ്പൊ നറൂട്ടോയെ ആ ഒരു വലിയ ട്രീ അതങ്ങനെ വിഴുങ്ങാനായിട്ട് ആരംഭിക്കും. തേർഡ് ഒക്കാകെ ചാടി വന്ന് ആ ഒരു വേരുകള് അതങ്ങനെ തകർത്ത് നറൂട്ടോയെ പുറത്തെടുക്കും. ഉടനെ ടോബുരാമ ആളവിടേക്ക് എത്തി അവരെ എല്ലാവരും ടെലിപ്പോർട്ട് ചെയ്ത് മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോകും. അപ്പോഴായിരിക്കും ഒരു വമ്പ ട്വിസ്റ്റ്. അവർക്ക് ചുറ്റുമുള്ള ഷിനോബികള് അവര് മുഴുവൻ മരിച്ചു കിടക്കുകയാണ്. അത് കണ്ട് നറൂട്ടോ അവനിപ്പോ പൊട്ടിക്കരയും. അതേസമയം മരം അതങ്ങനെ ഉയർന്ന് നിലാവിന്റെ നേർക്ക് അങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ ഹാസറാമയാണെങ്കിൽ മാധുരയോട് ചോദിക്കും, ഇതാണോ നീ ഫ്യൂച്ചറിൽ കണ്ട ആ ഒരു സ്വപ്നം? മാധുര പറയും, അതെ, പക്ഷെ ഇതില് കുറച്ചൊരു വ്യത്യാസമുണ്ട്. നീ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ച് അവിടേക്ക് നോക്ക്. ഹാസറാമ വീണ്ടും ഇപ്പൊ ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങോട്ട് നോക്കി നിൽക്കും. ആ മരം അതങ്ങനെ മുകളിലേക്ക് വളരുകയാണ്. മരം വളർന്നു വളർന്ന് അതിന്റെ ഏറ്റവും ഉച്ചയില് ആ ഒരു വലിയ പൂവ് അത് വിടരും. അൾട്ടിമേറ്റ് ഗെഞ്ചിപ്സു അത് ആക്റ്റീവ് ആവുന്ന ആ ഒരു സമയം അപ്പൊ ആ ഒരു നിലാവ് അതിപ്പോ ആ പൂവില് റിഫ്ലക്ട് ചെയ്യും. ഇൻഫിനിറ്റ് സുക്കിനോമി അതിപ്പോ പതിയെ പതിയെ സ്റ്റാർട്ട് ആവാൻ തുടങ്ങും. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ചില ഷിനോബികൾക്ക് ഇപ്പോഴും ജീവനുണ്ട്. സാക്കുറയാണെങ്കിൽ ശ്വാസം എടുത്ത് വലിച്ച് വലിച്ച് അങ്ങനെ വീണ് കിടക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് കില്ലർ ബി, ഈനോ, ചോച്ചി അവരൊക്കെ സേഫാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ആ ഒബീട്ടോ അവൻ ഫുൾ പവറിൽ അങ്ങനെ നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോ.